നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ 5 പതിറ്റാണ്ടുകാലത്തെ നിറസാന്നിധ്യം, അനന്യമായിട്ടുള്ള അഭിനയ സിദ്ധി കൊണ്ട് മലയാള സിനിമയ്ക്ക് ഒട്ടേറെ കഥാപാത്രങ്ങളെ പ്രദാനം ചെയ്ത, ഇപ്പോഴും മലയാളിയുടെ മനസ്സിൽ പരീക്കുട്ടിയായി നിൽക്കുന്ന നമ്മുടെ സ്വന്തം മധുസാർ. മധുസാറിനെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. മധുസാറെ, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. താങ്ക് യു. ഞങ്ങളുടെ വളരെ ദീർഘകാലത്തെ ആഗ്രഹമായിരുന്നു താങ്കളെ ഈ കസേരയിൽ കുറച്ചേറെ ഇരുത്തണം എന്നുള്ളത്. ഇരിക്കാം. സാറിൻ്റെ ഈ ഒരു പ്രതികരണം വളരെ ഇൻസ്റ്റൻ്റായിട്ട് ഉരുളക്കുപ്പേരി പോലെ സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ് താങ്കളെന്ന് താങ്കളുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇല്ല, അങ്ങനെയൊന്നുമില്ല, അധികം സംസാരിക്കാറില്ല. ഒരു 2 സെക്കൻഡിൻ്റെ പോസ് പോലും ഇല്ലാതെ ഇൻസ്റ്റൻറ്റ് വിറ്റ് ജനറേറ്റ് ചെയ്യാൻ ലൊക്കേഷനിൽ പെട്ടെന്ന് ഏക നടൻ മധുസാർ അന്ന് താങ്കളോട് അഭിനയിച്ച ആൾക്കാർ പറയും. അതെ, അല്ല അല്ല, ആണോ അല്ലെന്ന് ബാക്കിയുള്ളവരോടുള്ള തീരുമാനിക്കുക. അതെ, വിലയൊക്കെ പറഞ്ഞിരിക്കാൻ വല്ലപ്പോഴും. അതെ, വല്ലപ്പോഴും അല്ല, മിക്കവാറും സമയങ്ങളിൽ. അതെ, ഞാൻ അങ്ങനെ ഒരാളെ ഇവിടെ കൊണ്ട് നിർത്താൻ പോവാപ്പോൾ നിർത്ത്. മധു സാർ ക്വൈറ്റായിട്ടുണ്ടല്ലേ, വിശ്വസിക്കേണ്ട. ഭയങ്കരമായിട്ട് ഞങ്ങളെ ചിരിപ്പിക്കും. അവർ ചിരിക്കില്ല, ഞങ്ങളെ ചിരിപ്പിക്കും. അവർ ഇരിക്കും. അങ്ങനെ ഇപ്പോൾ കണ്ടല്ലേ, അത് തന്നെ. അങ്ങനെ ഇവരെ ഒരാളുടെ സ്വഭാവം അങ്ങനെയാണ്, കാണുന്നത് കൊണ്ടും അവരുടെ ശരിക്കുള്ള സ്വഭാവം. മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ള സിദ്ധി, അതിനുശേഷം ഇതേപോലെ സാറ് വളരെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ സാർ ഇരിക്കും. ഇത് രണ്ടും മനഃപൂർവ്വം ചെയ്യണതല്ല, ഓരോരുത്തരുടെ സ്വഭാവം. ഇറ്റ് കംസ് ബൈ ഇറ്റ് സെൽഫ്. അല്ലാതെ മനഃപൂർവ്വം ജോക്ക് അടിക്കുന്നതോ അത് കഴിഞ്ഞിട്ട് ഗൗരവമായിട്ടിരിക്കുന്നതല്ല. ചില വേദിയിൽ സാറിനൊപ്പം അപൂർവം പങ്കിടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. സാർ ആ വേദി അനുസരിച്ച് കൃത്യമായിട്ട് ആരെങ്കിലും സംസാരിക്കുന്നതിൻ്റെ കറക്റ്റായിട്ടുള്ള മർമ്മം എടുത്ത് വെച്ചിട്ട് പ്രതികരിച്ചാണ് സാറ് പോകുന്നത്. ശരിയായിരിക്കും, അത് വേണമല്ലോ. അല്ലേ, ഒരു ഒബ്സർവേഷൻ സ്കില്ലിൽ നിന്നുണ്ടായുള്ള കഴിവാണോ, അതെയോ പണ്ടൊക്കെ നടത്തിയിട്ടുള്ള ഈ പറഞ്ഞ നാടക സബരിയിൽ നിന്ന് ആർജിച്ച ഒരു സിദ്ധിയാണ്? അല്ല, കുറേയൊക്കെ അങ്ങനെ ആർജിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ആസ് എ സ്റ്റുഡൻ്റ് ഓഫ് ഡ്രാമ ഈ ഒബ്സർവേഷനൊക്കെ ഒരു സബ്ജക്റ്റാണ്. ട്രെയിനിങ് ഉണ്ട് അതിന്, ഒബ്സർവ് ചെയ്യുന്നതിന് തന്നെ. ഈ ഒബ്സർവേഷൻ ഒരു സബ്ജക്റ്റാണ് ഈ ഡ്രാമ സ്കൂളിൽ. ഒരു പക്ഷേ അവിടെ നിന്നും കുറേയൊക്കെ കയ്യിൽ കിട്ടിയിരിക്കാം. പിന്നെ ആരോ പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കുടുംബപരമായിട്ട് കിട്ടുന്ന ചില സിദ്ധികളുണ്ട്, കൈമാറി വരുന്ന ഉണ്ടായിരിക്കാം. ജീവിതം എന്ന് പറയുന്നത് ആകസ്മികതകളുടെയും അപകടങ്ങളുടെയും ഒരു കൂമ്പാരമാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷെ മധുസാറിൻ്റെ ജീവിതം അങ്ങനെയല്ല. ഒരു അഭിനേതാവാകണമെന്ന് താങ്കൾ നേരത്തെ തീരുമാനിച്ചു. അഭിനേതാവാകണമെന്ന് തീരുമാനിച്ചു എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എനിക്കൊരു ഡ്രാമ എന്ന് പറയുന്നത്, അന്ന് സിനിമയെക്കുറിച്ച് ചിന്തിക്കാനൊക്കില്ല എൻ്റെ ഒരു ടീനേജിൽ. അന്ന് ഈ ഡ്രാമയാണ് പ്രധാനമായിട്ട് കാണുന്നത്. മറ്റ് തമിഴ് പടങ്ങൾ കുറേ വരുന്നതല്ലാതെ മലയാള പടങ്ങളൊക്കെ ഒന്ന് കോളേജിൽ പോയതിന് ശേഷമാണ്. അപ്പോൾ ആകെ ഉള്ളത് ഈ വായനശാലയിൽ നിന്നൊക്കെ കളിക്കുന്ന നാടകങ്ങളാണ്. അപ്പോൾ മനസ്സിൻ്റെ അകത്ത് കയറിയ നാടകമാണ്. അപ്പോൾ അതിൽ ഓഫ് കോഴ്സ് അഭിനയമുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ നാടകം ഉണ്ടാക്കുന്ന, കാരണം ആക്ടറെക്കാളും ഡയറക്ടറെക്കാളും പ്രൊഡ്യൂസറുണ്ടല്ലോ, നാടകത്തിൽ രണ്ടും ഒന്നാണ്. അതെ, അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ദി മേക്കർ ഓഫ് ഡ്രാമ, ഐ മീൻ ഓൺ ദി സ്റ്റേജ്, അതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. മധുസാറിന് വളരെ ഒരുപക്ഷെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഈ നാടക കമ്പം തലേ കയറി. ആ കാലഘട്ടത്തിൽ സർഗാത്മകതയുള്ള ഏത് ചെറുപ്പക്കാരനും ഉണ്ടാകാവുന്നൊരു കാര്യമാണ്. പക്ഷേങ്കിൽ ഒരു കോളേജ് അധ്യാപകൻ, സാധാരണ അന്നത്തെ കാലത്ത് ഒരു കോളേജ് അധ്യാപകൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ജോലിയാണ്. ആ ഒരു ഭൗതിക സാഹചര്യം അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യം, ആ സാമ്പത്തിക നില ഉപേക്ഷിക്കാൻ താങ്കൾ കാണിച്ചൊരു തൻ്റെ ഇടം, ഒരുപക്ഷെ താങ്കളുടെ ജീവിതത്തിലെ, മധുസാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാന വഴിത്തിരിവെന്ന് പറയുന്നത് ഒന്ന് വേണ്ടതില്ല എന്ന് തീരുമാനിച്ച ആ ഒരു മുഹൂർത്തമായിരുന്നു. ഇല്ല, അതൊരു വലിയ റിസ്ക്കായിട്ടോ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു എന്താ പറയാൻ ഒരു ഒരു സ്ഥിരത അത് നഷ്ടപ്പെടുത്തും എന്നുള്ളൊരു ബോധത്തിലല്ലേ ചെയ്തത്. അപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജിലെ ലെക്ചറായിരുന്നു. അന്ന് നാടകം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ 2 വർഷത്തെ കോഴ്സായിരുന്നു.
അപ്പോൾ 2 വർഷം അവിടെ പഠിച്ചിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് കോളേജിൽ വീണ്ടും കയറാൻ വലിയ വിഷമം ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഈ കോളേജിലോ അല്ല എവിടെയെങ്കിലും ആരുടെയെങ്കിലും കീഴിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ MA പാസ്സായിട്ട് വന്നുകൊണ്ട് നമ്മുടെ പാറ്റൂർ മുക്കിൽ സ്വന്തമായിട്ടൊരു ട്യൂട്ടോറിയൽ തുടങ്ങായിരുന്നു. അത് അവസാനം അച്ഛനാണ് നിർബന്ധിച്ച് നായരൂല അയച്ചതാണ്. അപ്പോൾ ഇവിടുന്ന് ഈ നാടകം പഠിക്കാനായിട്ട് പോകുമ്പോഴും അതൊരു ഭയങ്കര ഈ അഭിനയത്തിൻ്റെ നാടകത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച് പോയതല്ല, മനസ്സിലുണ്ടായിരുന്നു. തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ അഗൈൻ ഇവരെ കോളേജിൽ അന്വേഷിക്കാമെന്നും മനസ്സിലുണ്ടായിരുന്നില്ല. ഒരു പാരലൽ കോളേജ് തുടങ്ങുക സ്വന്തമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിങ്ങായിട്ടൊരു ഡ്രാമ വിങ് ഉണ്ടായിരിക്കും. പാരലൽ കോളേജിൻ്റെ ഭാഗമായിട്ട് ഒരു നാടക. അതെ അതെ അതെ. അപ്പോൾ ഈ പാരലൽ കോളേജിൽ നിന്നുള്ള ഇൻകം ഇവിടെ വല്ലതും ചിലവാക്കേണ്ടി വന്നാൽ അതിന് ചിലവാക്കുകയും ചെയ്യാമല്ലോ. അത് ഈ അഭിനയിക്കാനും നാടകത്തിൽ താല്പര്യമുള്ള യങ്സ്റ്റേഴ്സിനെയും സ്റ്റുഡൻസിനെയും പിന്നെ ഓഫീസ് ഗോയിങ് പീപ്പിളിനും അവർക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം വൈകുന്നേരത്തെ ക്ലാസ് സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഓഫീസിൻ്റെ ടൈം കഴിഞ്ഞിട്ട് ഈ നാടകത്തിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കുകയും എലോങ് വിത്ത് ദാറ്റ് ഒരു നാടകം ഏതെങ്കിലും ഒരു നാടകം ഇങ്ങനെ റിഹേഴ്സ് ചെയ്തിട്ട് അതിനൊരു പക്ക ആക്കുകയും ഈ നാടിനീളെ കൊണ്ടു നടന്ന് കാണിക്കുകയും ഓൺലി ഓൺ ഹോളിഡേയ്സ്. അന്ന് ഞാൻ ഈ പറയുന്ന കാലത്തുണ്ടല്ലോ ധാരാളം ആർട്സ് സൊസൈറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെ പോയെന്നറിയില്ല, എല്ലാം പോയി. അപ്പോൾ ആർട്സ് സൊസൈറ്റീസ് മാത്രം മതി ഇതിന്. അപ്പോൾ മനസ്സിൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴും അവിടെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയെ പഠിക്കുമ്പോഴും തിരിച്ച് വരുന്നതിന് മുമ്പ് വരെയും ഇതായിരുന്നു എൻ്റെ പ്ലാൻ. അന്ന് SLC-ക്കാരൊക്കെയാണ് അവിടെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയെ പഠിക്കുന്നത്. അതെ അതെ. പക്ഷെ താങ്കൾ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷമാണ് അവിടെ എത്തുന്നത്. അതൊരു പക്ഷേ അതായത് അധിക യോഗ്യതയുടെ ഒരു ഭാരം താങ്കൾക്ക് അവിടെ തോന്നിയിരുന്നു. ഇത്രയും അല്പം സീനിയറായ ഒരാളാണ്. അപ്പം അതുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാൻ വേണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്, വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം ഈ SSLC-ക്കാരും ഇത് മെട്രിക്കുലേഷൻകാരൊക്കെ അവർ എന്നെക്കാളും പ്രായമുള്ളവരായിരുന്നു അവിടെ വന്നവർ. അതെ, അതുകൊണ്ട് ആ ഒരു ഇത് തോന്നിയിരുന്നില്ല. മാത്രമല്ല ഡൽഹിയുടെ ഒരു എക്സ്പോഷർ, ഞാൻ ഒരുപാട് കാലമായിട്ട് ഡൽഹിയിൽ സെറ്റിൽ ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം എങ്ങനെ സാറിനെ അത് രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടാകാമെന്ന് ഞാൻ ഊഹിക്കുകയാണ്. 3 വർഷമായിരുന്നു അല്ലേ ഡൽഹി? ആദ്യം 2 വർഷത്തിലൂടെ പോയി, പിന്നെ 3 വർഷമായി. ഇപ്പോൾ 3 വർഷം ആക്കി. ഞാൻ പഠിക്കുമ്പോൾ അങ്ങനെയല്ല. ആദ്യത്തെ ബാച്ചേഴ്സിനൊക്കെ ഈ 2 വർഷം കഴിഞ്ഞിട്ട് ദി ബെസ്റ്റ് 3 ഔട്ട് ഓഫ് ദി ബാച്ച്, ഈ ഫസ്റ്റ് 3 റാങ്ക് ഹോൾഡേഴ്സ് അവർക്ക് 3 വർഷത്തേക്ക് എക്സ്റ്റൻഷൻ കൊടുക്കും. അങ്ങനെ സ്പെഷ്യലൈസേഷൻ ഇൻ പ്രൊഡക്ഷൻ എന്ന് മാത്രം പറഞ്ഞിട്ട്. അതായിരുന്നു നല്ലതെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നു. കാരണം അത് കാരണം എനിക്ക് കുറേ മലയാളം നാടകങ്ങൾ ഡൽഹിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചു അക്കാലത്ത്, ഈ 1 വർഷം വിത്ത് ദി ഹെൽപ്പ് ഓഫ് നാഷണൽ സ്കൂൾ ഓഫ്. എന്തായാലും ഡൽഹി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ രാമു കാര്യാട്ടിനെ കാണാനോ അല്ലെങ്കിൽ ഈ ഒരു ചെറുപ്പക്കാരനെ വളരെ എന്താ പറയുക അഭിനയസിദ്ധിയുള്ള അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ട അനുയോജ്യമായിട്ടുള്ള രൂപമുള്ള ഒരു വ്യക്തിയും ഒരു വലിയ സംവിധായകനും തമ്മിലുള്ള കൂടിക്കാഴ്ച അത്ര ലളിതമായി നടക്കില്ലായിരുന്നു. ശരിയാണ്. ഡൽഹി വളരെയധികം ഡൽഹിയിൽ ഒരു പക്ഷേ ആൾക്കാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട്. എന്താ കാരണം വെച്ചാൽ വലിയ ശല്യങ്ങളില്ല. രാമു കാര്യാട്ട് ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ ആണെങ്കിൽ വേറൊരു ലോകത്തായിരിക്കാം. അവിടെ പിന്നെ വളരെ ചെറിയൊരു ലോകം, മലയാള ലോകം. ആ ലോകത്ത് വെച്ചിട്ട് ശ്രീ മാധവൻ നായർ എന്നുള്ള വ്യക്തി, താങ്കളുടെ പേര് ശ്രീ മാധവൻ നായർ എന്നുള്ള കാര്യം വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രമേ അറിയാവുള്ളൂ. ആ പേര് താങ്കൾ തന്നെ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ? ഇല്ല, ഞാൻ മറന്നിട്ടില്ല. ഇടയ്ക്ക് സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുമോ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്? ഇല്ല, വീട്ടിലെല്ലാവരും എന്നെ മാധവൻകുട്ടി എന്ന് വിളിക്കുന്നതായിരുന്നു. ഈ തറവാട്ടിൽ പോയാലും ബന്ധുക്കളും എല്ലാം അങ്ങനെ. ഇപ്പോഴും മധുവായിട്ടില്ല. അവർക്ക് ഞാൻ മധുവായിട്ട്. കുടുംബക്കാർ താങ്കളെ ഒരു സ്റ്റാർ ആയിട്ട് അംഗീകരിച്ചിട്ടേ ഇല്ല? ഇല്ല, തീരെ ഇല്ല. താങ്കൾക്ക് അല്ലെങ്കിലും ഈ സ്റ്റാർ പദവിയോട് അത്ര പഥ്യമില്ല. ഇല്ല, അങ്ങനെ ആ രീതി ഈ പറയും പോലെയുള്ള ഈ ഇമേജ് രോഗം എന്നെ ബാധിച്ചിട്ടില്ല. ഈ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഇമേജ് വരുമല്ലോ, അങ്ങനെയുള്ള റോൾസേ ചെയ്യാവൂ. അപ്പോൾ വരാൻ നേരത്തെ ഒരുമാതിരി സെയിം റോൾ തന്നെ അഗൈൻ ആൻഡ് അഗൈൻ ചെയ്യേണ്ടി വരും, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാലും. മധു സാറേ, ശ്രീ രാമു കാര്യാട്ടുമായിട്ടുള്ളൊരു സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു കൂടിക്കാഴ്ച എനിക്കൊന്ന് അടൂർ ബാസിയാണ് പരിചയപ്പെടുത്തിയത് അല്ലേ? അത് താങ്കളുടെ ജീവിത യാത്രയെ മാറ്റിമറിക്കുമെന്ന് അന്ന് താങ്കൾ ചിന്തിച്ചു? അതാണ് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് വരെ ഇതായിരുന്നു സ്വപ്നം. പാരലൽ കോളേജ്, അതിൻ്റെ പാരലായിട്ട് ഇതിനോടൊപ്പം ഒരു നാടകം. പക്ഷെ അവിടെ ഈ ഒരു ഇതിൽ അത് മുടിയനായ പുത്രൻ്റെ അവാർഡ് വാങ്ങിക്കാൻ വന്നതാണ് രാമു കാര്യാട്ടും സംഘവും. അതിൽ ബാക്കിയുള്ളവരുണ്ടായിരുന്നു. ഭാസി എനിക്ക് ഇവിടെ വെച്ച് അറിയാം, ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭാസി സത്യം പറഞ്ഞാൽ അവിടെ ഞാൻ വേറൊരു ആവശ്യത്തിന് പോകുമ്പോൾ ബസ്സിലിരുന്നിട്ടാണ് ഇത് അറിയണമെന്ന് ഇതിൻ്റെ കാര്യം.
ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ന്യൂസ് വായിച്ചു കഴിഞ്ഞിട്ട് ഈ YMCA സ്റ്റോപ്പിൽ ഇറങ്ങിയായിരുന്നു. എനിക്ക് താൽക്കട്ടൂര ഗാർഡനിൽ ഡ്രാമ ഫെസ്റ്റിവൽ നടക്കുമല്ലോ, അപ്പം ഞങ്ങൾ ഡ്യൂട്ടിക്ക് ഇടും. അപ്പോൾ അങ്ങനെ ഡ്യൂട്ടിക്ക് പോകുമായിരുന്നു ഞാൻ. അവിടെ ഇപ്പം വലിയൊരു ഇൻഡോർ സ്റ്റേഡിയമാണ് ഇപ്പം. പഴയ ഗാർഡനൊക്കെ പോയിട്ട് വലിയൊരു ഇൻഡോർ സ്റ്റേഡിയം. അപ്പോൾ അവിടെ അങ്ങനെ ഇറങ്ങിയിട്ട് ഈ ഭാഷയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പഴയ ആളല്ലേ, ഈ മീറ്റിങ്ങിന് പോകണമെന്നുള്ളതിനുപരിയായിട്ട് ഭാഷയെ കാണണമെന്നുണ്ടായിരുന്നു. സോ ഐ ഗോട്ട് ഡൗൺ. അവിടെ ചെന്ന് ഭാഷയെ കണ്ടവരെ ഒരുമിച്ചിരിക്കായിരുന്നവർ അപ്പോൾ ഭാഷ കാഷ്വലായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി. അത് വളരെ കാഷ്വലായിട്ട് രാമകാര്യമായിട്ട് എന്നോട് ചോദിച്ചു, നാടകത്തിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളോ അതോ സിനിമയിലും ഉണ്ടോ? ഞാൻ പറയാം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു പക്ഷേ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങുന്നതിന് മുമ്പ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിൽ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേനെ. അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനൊരു സംഭവമുണ്ട്, ഞങ്ങളുടെ അടുത്ത പടത്തിൽ 3 പടത്തിൽ ഒരു റോളുണ്ട്, നല്ല റോളാണ്, പ്രധാന റോൾ ചെയ്യുന്നത് സത്യൻ സാറാണ്, ഒരു സിനിമാ ഹീറോ സ്റ്റൈൽ റോളുള്ളത്, ടൈപ്പ് റോളുള്ളത് ഇതാണ്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ടേക്ക് ഇറ്റ്. മസാറിൻ്റെ ജീവിതക്കുറിപ്പുകളിലൂടെ ഞാനൊന്ന് കടന്നു പോയപ്പോൾ ഇങ്ങനൊരു ഓഫർ രാമോ കാര്യാട്ട് സാറ് മുമ്പോട്ട് വെച്ചെങ്കിൽ പോലും താങ്കൾ പിന്നീടും ആ കോഴ്സെല്ലാം കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് അതപ്പം തന്നെ പറഞ്ഞു ഞാൻ. ഇപ്പോൾ ഇത് കോഴ്സ് കഴിഞ്ഞിട്ടേ വരാനൊക്കെ ഉള്ളൂ പറഞ്ഞു. ഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിനും അപ്പോഴേ തുടങ്ങാൻ ഐഡിയ ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പം രാമകാരിയായിട്ട് ഇപ്പോൾ ഹെൽസിങ്കി പോകുമായിരുന്നു ഈ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട്. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരാണെങ്കിൽ ആ നിമിഷം ട്രെയിനിൽ സീറ്റ് ബുക്ക് ചെയ്ത് അവിടെ എത്തിയിരിക്കും. താങ്കൾ കോഴ്സ് തീരാൻ 3 മാസം കൂടി സമയമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ചെന്നൈയിൽ വണ്ടി ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലേക്ക് ഒരു നടനായിട്ടാണ് തിരിച്ച് പോകാൻ പോകുന്നതെന്ന് മത്സാർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതിപ്പോൾ ഈ മധുവാകും എന്നുള്ളത് ഒന്നും ആലോചിച്ചിട്ടില്ല. ഇല്ല, അവിടെ പോയിട്ടൊരു വേറൊരു റോൾ അഭിനയിക്കുമായിരിക്കാം. അന്ന് അധികം സിനിമകളുമല്ലേ. അപ്പോൾ ഈ അഭിനയിക്കാൻ പോകുമ്പോഴും താല്പര്യമുള്ളതുകൊണ്ട് അഭിനയിക്കാൻ പോകുന്നു എന്നുള്ളതല്ലാതെ ഇതൊരു പ്രൊഫഷൻ ആകുമെന്നോ ആക്കിയെടുക്കാമെന്നോ അന്ന് വിശ്വസിക്കാനൊക്കില്ല. പക്ഷേ വേണമെങ്കിൽ മധുസാറിന് സ്വന്തം കൈ നോക്കിയിട്ട് വേണമെങ്കിൽ ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് വേണമെങ്കിൽ കണ്ടെത്താമായിരുന്നു. ഇല്ല, അങ്ങനെ അതൊക്കെ വെറുതെയാണ്. ശകലം അവിടെ ഇവിടെയൊക്കെ വായിച്ചിട്ട് വിടായിടിക്കുന്നത്. പ്രേക്ഷകർ വേണേൽ അന്താടിക്കുന്നുണ്ടാവും എന്താണ് മധുസാറ് ചിരിച്ചത്. നല്ല ഒരു കൈതോട്ടക്കാരനാണ് മധുസാറ്. ഞാൻ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് എന്തായാലും സാറിനെ കൊണ്ടെൻ്റെ കൈ വായിപ്പിക്കും. നല്ലത് മാത്രമേ പറയാവുള്ളൂ കേട്ടോ, ദേവി ചെയ്തിട്ട്. താല്പര്യമുണ്ടായിരുന്നു എനിക്ക് പാമ്പശ്രീയിൽ. ഈ ഹീറോയുടെ ഒരു ബുക്കുണ്ടല്ലോ പാമ്പശ്രീയെ കുറിച്ചിട്ട്, അങ്ങനെയാണ് എൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത്. അത് ഞാൻ കുറേ പഠിക്കുന്ന കാലത്ത് അതിന് ശേഷമൊക്കെ കുറച്ച് വായിച്ച് പഠിച്ച് അടുത്തുള്ള ആളുകളെല്ലാം കൈ നോക്കി വല്ലതൊക്കെ പറയുമായിരുന്നു. അതൊരു രസമായിരുന്നു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടോ ആരെങ്കിലും? ഇപ്പോഴും വല്ലപ്പോഴൊക്കെ ആരെങ്കിലും കൈ പിടിച്ച് നോക്കാറുണ്ട്. ആരുടെയും കൈ പിടിച്ച് നോക്കാറുണ്ട്. അവിടെ വിശ്വാസമുള്ള ആൾക്കാരാണ് വരുന്നവരല്ല. അതെ 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 അതെ. എന്തായാലും സാറേ, എന്തായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇനി ഈ പരിപാടി കണ്ട ശേഷം ഒരുപാട് പേര് സാറിൻ്റെ അടുത്ത് തേടി പിടിച്ച് വരും. എന്തായാലും മധുസാർ നോക്കിയാൽ തീർച്ചയായിട്ടും 100% ശരിയാണെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. എല്ലാത്തും പറയില്ല, ഷുവറുള്ള കാര്യങ്ങളെ പറയുള്ളൂ. സപ്പോസ് അവർക്ക് മനസ്സിന് വിഷമം തട്ടുന്നൊരു കാര്യമാണെങ്കിലും അതും പറയും സാറ്. വിഷമം തട്ടുന്ന കാര്യമാണെങ്കിൽ പറയുന്നതിനൊരു രീതി ഉണ്ടാവില്ല. ഒന്ന് വളച്ച് പറയും. ഇങ്ങനെ സംഭവിക്കാനിടയുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, സൂക്ഷിച്ചാൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവർക്ക് വിഷമം തട്ടില്ല. ഈ വിഷമം വരാമെന്നുള്ളതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നേ തോന്നുള്ളൂ. അങ്ങനെ അത് മുൻകൂട്ടി കണ്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളൊരു സാവകാശം. അപ്പോൾ ചില നമ്പറുകളൊക്കെ സാറിനുണ്ടല്ലേ. സാറിനെ കുറിച്ച് എല്ലാവരും പറയുന്നത് ഉള്ള കാര്യം നേരെ പോന്ന് പറയുന്നതാണ്. ആ ഒരു സ്വഭാവം അല്ല, ഇത് ഈ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ പറയുന്നത് ശരിയാണ്. കാരണം ഇന്ന സമയത്തല്ല, ഇന്ന ഏജ് വരാൻ നേരത്ത് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആക്സിഡൻറ്റോ അല്ലെങ്കിൽ അസുഖമോ എന്തെങ്കിലും വരും. അത് ബി കെയർഫുൾ. അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ അത് തരണം ചെയ്യും. എന്തായാലും അന്ന് ചെന്നൈയിൽ വണ്ടി ഇറങ്ങിയപ്പോൾ മധുസാർ കൈ നോക്കിയിട്ടില്ല. നേരെ പോവുകയാണ്. ചന്ദ്രലേഖ എന്തായിരുന്നു? ചന്ദ്രധാര. അങ്ങനെ ശ്രീ രാമു കാര്യാട്ടിൻ്റെ സിനിമയിൽ ഒരു വേഷത്തിന് വേണ്ടി താങ്കൾ ചെല്ലുന്നു. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ചില നിമിത്തങ്ങൾ സംഭവിക്കുന്നു. മറ്റൊരു സിനിമയിലാണ് താങ്കൾ. കാരണം ഇവിടെ ചന്ദ്രധാരക്കാരുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നില്ല. അന്ന് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് ഈ മേക്കപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്.
മേക്കപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ആംഗിളിൽ ഷൂട്ട് ചെയ്ത് ഡയലോഗൊക്കെ പറയിച്ചൊന്ന് സ്ക്രീനിൽ കണ്ടിട്ടാണ് സാധാരണ സെലക്ട് ചെയ്യുക. ചിലരെ നേരിട്ട് കാണാൻ വളരെ വളരെ എന്താ പറയുക സ്മാർട്ടായിരിക്കും. സ്ക്രീനിൽ വരാൻ നേരത്തെ അല്ലാന്നാണ് അവർ പറയുന്നത്. അതെ, ഫോട്ടോജനിക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അപ്പോഴേ രാമുകാരായിട്ട് അവിടെ വെച്ച് പറഞ്ഞു, അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. എനിഹോ ഇഫ് യു ആർ വില്ലിങ് യു ആർ ഗോയിങ് ടു ഡൂ ദ റോൾ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അത്ര വിശ്വാസം യു ആർ ഗോയിങ് ടു ഡൂ ദ റോൾ എന്ന് പറഞ്ഞു. ഇതൊരു ഫോർമാലിറ്റിയാണ്. മാത്രമല്ല പ്രൊഡ്യൂസറോ വേറെ ആരെങ്കിലും വന്നാൽ കാണാൻ വേണ്ടിയിട്ടാണ്. മേക്കപ്പ് ചെയ്യണം. യു വിൽ ഓൾസോ നോ വാട്ട് ഈസ് ഫിലിം മേക്കപ്പ്. അങ്ങനെ പോയതാണ്. അപ്പോൾ ഇവർക്ക് ഷൂട്ടിംഗ് ഇല്ലാത്തത് കാരണമാണ് അന്ന് ഷൂട്ടിംഗ് നടക്കുന്നത് നെടുമണിഞ്ഞ കാൽപ്പാടുണ്ട്. അതിൻ്റെ ആയിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ പിഷാരടി സാറിൻ്റെ പ്രേം നസീറും പഴയ അംബികയുമായിട്ടുള്ള ഒരു ലവ് സീൻ എന്തൊക്കെയാണ്. നല്ല ഭാഗ്യമാണ് സാറിനുള്ളത്. അതിൻ്റെ ഒരു പ്രണയരംഗം കാണാൻ കഴിഞ്ഞു. അതെ, കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഷോട്ട് കഴിഞ്ഞാൽ മേക്കപ്പ് ഇട്ട് റെഡി വന്നിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ മേക്കപ്പ് ടെസ്റ്റ് എടുത്തിട്ട് ഞാൻ പോയി. അന്ന് ശോഭന പരമേശ്വരൻ നായരാണ് താങ്കൾ ദിവസം രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ റെഡിയാവുന്ന നേരത്താണ് ശോഭന പരമേശ്വരൻ നായർ വന്നിട്ട് ഇങ്ങനെയാണ് എൻ്റെ പടത്തിലൊരു റോൾ, ചെറിയ റോളുണ്ട്, അഭിനയിക്കാൻ ചോദിച്ചിട്ടാണ്. നെടുമണിഞ്ഞ കാൽപ്പാടുകളുടെ ആ സ്റ്റീഫൻ എന്ന് പറയുന്ന ക്യാരക്ടറായിരുന്നു എനിക്ക് തന്നത്. അപ്പോൾ അതാണ് ആദ്യം ഷൂട്ടിംഗ് തുടങ്ങിയത്, ആദ്യം റിലീസായത്. ആദ്യം ഷൂട്ട് ചെയ്തത് അതുതന്നെ, അതും റിലീസ് ചെയ്തത് തന്നെയാണ്. റിലീസ് മതി ചെയ്തു. അതാണ് മധു സാറെ, യഥാർത്ഥത്തിൽ ആ ഒരു പടത്തിൽ സ്റ്റീഫൻ്റെ വേഷം ചെയ്യേണ്ടിയിരുന്നത് താങ്കളുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്ന സത്യ സാറായിരുന്നു. പക്ഷെ എന്തോ ഒരു അന്തർനാടകത്തിൽപ്പെട്ട് അല്ല, സത്യൻ സാറിൻ്റെ ആ റോള് അന്നത്തെ സത്യൻ സാർ നസീർ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ സത്യൻ സാറിന് തോന്നിക്കാണും ദാറ്റ് ഒരു അദ്ദേഹത്തിന് ചെറിയ റോളാണെന്ന് തോന്നിക്കാണ്. ആയിരുന്നു, സംശയമൊന്നുമില്ല. അന്ന് നസീർ മറ്റേ റോൾ അഭിനയിക്കുകയും സത്യൻ സാർ ഇതും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാണുന്നവർക്ക് പോലും. അത്ര ചെറിയ റോളായിരുന്നു. അപ്പോൾ ഞാനൊരു പുതിയ ആളായതുകൊണ്ട് അതൊരു പ്രശ്നമല്ലല്ലോ. അത് അല്ല, മധു സാറിൻ്റെ ഒരു പ്രത്യേകത, സാറിന് പലപ്പോഴും അത് പ്രശ്നമായിരുന്നേ ഇല്ല. പല താരങ്ങളും കാണിച്ചിരുന്ന അല്ലെങ്കിൽ നിഷ്കർഷിച്ചിരുന്ന പ്രോട്ടോക്കോൾസ് താങ്കൾ അഭിനയത്തിൽ പാലിച്ചിരുന്നേ ഇല്ല. മനസ്സിലായില്ല. ഇത്ര സമയം, ഇത്ര റോള്, ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമയിൽ അഭിനയിക്കുകയുള്ളൂ. ഇത്ര പാട്ട്, ഇത്ര റൊമാൻസ്, ഇത്ര സ്റ്റണ്ട്, ഇത്ര ഡയലോഗുകളുടെ സ്വഭാവം ഇങ്ങനെ, അതിൽ നായക വേഷം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു നായക നിരയാണ് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ഒക്കെ ഉള്ളത്. പക്ഷെ ആ ഒരു ചേരുവയിൽ താങ്കൾ പെട്ടിരുന്നില്ല. ഇല്ല, എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, താങ്കളെ വ്യത്യസ്തനാക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു പ്രധാനം. ഒരു സീനാണെങ്കിലും 2 സീനാണെങ്കിലും പലതിലും ഞാൻ അങ്ങനെ ഒരു ദിവസമൊക്കെ പോയി അഭിനയിച്ച ധാരാളം പടങ്ങളുണ്ട്. പക്ഷേ എന്തെങ്കിലും വേണം, ഒരു ചെയ്യാൻ എന്തെങ്കിലും വേണം, ഒരു ക്യാരക്ടർ വേണമെന്നുള്ള ഒരു പക്ഷേ അത് ഈ നാടകത്തിൻ്റെ ട്രെയിനിങ് അത് എല്ലാം കൊണ്ട് കിട്ടിയതായിരിക്കാം. അത് അഭിനയത്തോടുള്ള ഒരു എന്താ പറയുക, ആത്മാർത്ഥമായ സമീപനമാണ്. അതല്ലാതെ ഒരു താര അല്ലെങ്കിൽ അതിൻ്റെ വർണ്ണപ്പൊലിപ്പിനോടുള്ള ബഹുമാനമല്ലാതെ. നിണമണിഞ്ഞ കാൽപ്പാടുകൾ വലിയൊരു വിജയമായി. അതിലെ പുതിയ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടു. താങ്കൾക്ക് പക്ഷേ ആ സിനിമ ഇറങ്ങിയപ്പോൾ ചെറിയൊരു നിരാശ വന്നു ഇടയ്ക്കോടെ? ഇല്ല, വലിയ നിരാശയൊന്നും വന്നില്ല. നിരാശയായിട്ടൊന്നും വന്നില്ല. സിനിമയുടെ പേരെഴുതി കാണിച്ചപ്പോൾ അല്ല, അത് നിരാശയല്ലത്. ആ നിരാശ വന്നത് എൻ്റെ ടൈറ്റിൽ എൻ്റെ പേരിലല്ലോ. ശരിയാണ്. ശ്രീ മാധവൻ നായർ എവിടെ? ഇത്രയും നല്ലൊരു വേഷം, അതെ, ഇത്രയും നല്ലൊരു വേഷം സ്റ്റീഫനെ അത് ഇടിച്ചു കയറി കണ്ടതാണ്. ഞാൻ ഇവിടെ ന്യൂ തിയേറ്ററല്ല, ചിത്ര തിയേറ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, ഇവിടെ ട്രിവാൻഡ്രത്ത് ചിത്ര തിയേറ്ററിലായിരുന്നു. അന്ന് പ്രൊഡ്യൂസർ ഒന്നും വിളിച്ച് ടിക്കറ്റ് തന്നില്ല സാറിന്? ഇല്ല, സാറ് തന്നെ എല്ലാം മദ്രാസിലല്ലേ, ഫസ്റ്റ് ഡേ അല്ലേ. ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തല്ല കയറിയത്. ആരും അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവോ ആരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഫിലിം റെപ്രസെൻറ്റേറ്റീവിനെ അറിയാമായിരുന്നല്ലോ ഞാനാണ് ചെയ്യണമെന്ന്. അപ്പോൾ കൊണ്ട് ബാൽക്കണിയിൽ ഇരുത്താണ് ചെയ്തത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കത്ര പടം തുടങ്ങി. ടൈറ്റിൽ എൻ്റെ പേര് മാത്രമില്ല. പടം കണ്ട് വീട്ടിൽ പോയിട്ട് പരമേശ്വരൻ നായർ അന്ന് ചെന്നൈയിലല്ല, മദ്രാസിലല്ല, തൃശ്ശൂരുണ്ടായിരുന്നു. വിളിച്ചു, നിങ്ങൾ എന്തായത് ഇങ്ങനെ എൻ്റെ പേരെഴുതിയില്ല ടൈറ്റിലിൽ? അയ്യോ, പ്രേം നസീർ കഴിഞ്ഞാൽ അടുത്ത പേര് നിങ്ങളുടെയാണ്. അടുത്ത പേരെന്ന് ഞാനിവിടെ ഒന്നും അതിൻ്റെ പേര് കണ്ടില്ല. അത് ഞങ്ങൾ പേര് മാറ്റി മധു എന്നാക്കി. ഒരുപക്ഷെ മധു എന്നുള്ള ഒരു നടനെ മലയാളത്തിന് സമ്മാനിച്ച, അന്ന് പേര് മാറ്റിയത് ഭാസ്കരൻ മാഷ് അല്ലേ? ആ, ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് എന്നെ അറിയിക്കാത്തെന്ന് ചോദിച്ചു. അറിയിച്ചാൽ നിങ്ങൾ സമ്മതിക്കില്ലെന്ന് അറിയാതെ. പക്ഷെ താങ്കൾക്ക് പിന്നെ മധുവിനെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടല്ലേ? എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. അല്ല, സ്വഭാവം അത്ര നല്ലതല്ലെന്നാണോ? അതല്ല, അതുകൊണ്ടല്ല. എൻ്റെ ഈ മാറടി പൊക്കമുള്ള എനിക്ക് ഇത്രയും ഇയാളിങ്ങനെ പേരെന്ന് പറഞ്ഞത് ഇല്ലേ? പക്ഷേ ഒരു മധു പോലെ താങ്കളെ ആൾക്കാർക്ക്
പ്രിയങ്കരമാകുമ്പോൾ ആ പേരിനൊരു മാധുര്യം ഇല്ലേ സാറേ? അതുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു എന്നെ ആ പേരെന്നെ ഒന്ന് ചെറുതാക്കിയോ എന്നൊരു ഫീലിംഗ് ഉണ്ട്. ഉണ്ട്. സാറിന് ഇഷ്ടമല്ല? ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ എന്തോ ഒരു 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 പോരായ്മയില്ലേ എന്നൊരു തോന്നലുണ്ട്. പക്ഷേ ശ്രീ മാധവൻ നായർ എന്ന് വിളിക്കുമ്പോൾ ഒരു അകൽച്ചയാണ്. അത് സംഭവിക്കും. അത് മാത്രമല്ല, അന്ന് വഞ്ചൂർ മാധവൻ നായർ ഉണ്ടായിരുന്നു. വഞ്ചൂർ മാധവൻ നായർ എന്ന് ഉണ്ടായിരുന്നു. അത് ശക്തിയായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പരമേശ്വരൻ നായർ പറഞ്ഞത്. അതുകൊണ്ട് ഇനിയൊരു മാധവൻ നായർ പിന്നെ നീട്ടിയൊക്കെ എഴുതുക, അത് വേണ്ട, ഇത് തന്നെ നല്ലതെന്ന് പറഞ്ഞു. നല്ലൊരു കവിയായിട്ടുള്ള ഭാസ്കരൻ മാഷിന് ഒരു പക്ഷേ താങ്കളുടെ പേരിൽ കുറച്ചും കൂടി മാധുര്യം വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം വേണമെങ്കിൽ പേരങ്ങ് മാറ്റിയിട്ടുണ്ടാവുക. മധു സാർ അന്ന് സിനിമ കാണാൻ വേണ്ടി പോയി ബാൽക്കണിയിലിരുന്നു. താങ്കളുടെ ആദ്യത്തെ സിനിമ ഒറ്റയ്ക്കാണോ പോയത് മധു സാർ? ഒറ്റയ്ക്ക് പോയത്, വേറെ ആരെയും കൂട്ടിയില്ല. അത് തന്നെ ഒരു കാൽക്കുലേറ്ററായിട്ട്, അതായത് ഇനി ഇവൻ വന്നവൻ എന്തെങ്കിലും മോശം പറയുന്നുണ്ടായിരുന്നു. എനിക്കറിയാം. എനിക്ക് മധു സാറിനെ പോലെ കൈ നോക്കാൻ അറിയില്ലെങ്കിലും മധു സാറിൻ്റെ മുഖം നോക്കാൻ എനിക്കറിയാം കറക്റ്റായിട്ട്. അന്ന് താങ്കൾ പോയി അവിടെ ഇരുന്നു, സ്റ്റീഫനെ കാണുന്നു. മധു സാറിന് സ്റ്റീഫനെ ഇഷ്ടപ്പെട്ടോ? സ്റ്റീഫനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. തൃപ്തിയായി. താനൊരു ഒന്നാമതൊരു മെച്യൂർഡ് ക്യാരക്ടറാണ് സ്റ്റീഫൻ്റെ. ഈ പ്രേംനസീർ അഭിനയിക്കുന്ന ക്യാരക്ടറിനെക്കാളും കുറേ കൂടെ ഒരു മെച്യൂരിറ്റി വന്ന കുറച്ച് സുപ്പീരിയർ ഓഫീസറുമാണ്. അതുപോലെ തന്നെ ക്യാരക്ടർ തന്നെ കുറച്ചുകൂടി മെച്യൂരിറ്റി ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി. എൻ്റെ ഓൾസോ അതിൻ്റെ ലാസ്റ്റ് സീനൊക്കെ വരാൻ നേരത്ത് ഈ ക്യാരക്ടർ മറക്കില്ല, ആരും ഈ ക്യാരക്ടറിനെ വേഗം മറക്കില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സത്യൻ സാറ്, നസീർ സാറ്, അങ്ങനെ ഈ രണ്ട് വലിയൊരു സ്തംഭങ്ങളുടെ മുകളിൽ നിന്നിരുന്ന മലയാള സിനിമയ്ക്ക് മൂന്നാമതൊരു വ്യക്തിയെ, മൂന്നാമതൊരു താരത്തെ, അല്ല മൂന്നാമതൊരു സ്തംഭത്തെ തൂണിനെ കെട്ടുകയാണ്. അത് അന്നത്തെ ചെറുപ്പക്കാരൊക്കെ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷെ മധു സാർ അപ്പോഴും ചിന്തിച്ചിരുന്നു ഒരു താരനിരയിലേക്ക്, നായകനിരയിലേക്ക് ഉയരാനുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് സ്റ്റീഫൻ എന്നുള്ളത്? ഇല്ല, അന്ന് അങ്ങനെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നായകൻ എന്നൊന്നും മനുഷ്യൻ്റെ അകത്ത് അന്നുമില്ല, ഇന്നുമില്ല. ഈ നായകൻ എന്ന് പറയുന്നത് എല്ലാ കൊണ്ട് പോലും മഹാഭാരതം അല്ല രാമായണം ഉണ്ടെങ്കിൽ ശ്രീരാമനുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. എന്നാലും ബാക്കി ധാരാളം ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ രാമായണം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ശ്രീരാമൻ്റെ വേഷമല്ല, കുറേ നല്ലൊരു ഹനുമാൻ്റെ വേഷം എനിക്ക് തന്നാൽ എനിക്ക് സന്തോഷമാണ്. അതിനൊരു ക്യാരക്ടറുണ്ട്. രാവണൻ്റെ വേഷം എടുക്കാനും തയ്യാറാണ്. ശ്രീരാമൻ തന്നെ വേണം നിർബന്ധമില്ല. മധു സാറിൻ്റെ ആ സിനിമയ്ക്ക് ശേഷം വേറൊരു സിനിമ, അതിനിടയ്ക്ക് ഒരുപാട് സിനിമകൾ വന്നു. പക്ഷേ സ്റ്റീഫനിൽ നിന്ന് താങ്കൾ വേറൊരു തലത്തിലേക്ക് പ്രയാണം ചെയ്തൊരു സിനിമയുണ്ട്. ആ സിനിമ ഇന്നും ഈ തലമുറ കണ്ടാൽ പോലും അത് ആസ്വദിക്കാനുള്ള ഒരു പരിവും ആ സിനിമയ്ക്കുണ്ട്. ഭാർഗവി നിലയം. അതെ. എനിക്ക് ഒരു ആസ് എൻ ആക്ടർ കോൺഫിഡൻസ് എന്നൊരു പടം ഭാർഗവി നിലയമാണ് ആദ്യമായിട്ട്. ഇത് ഭാർഗവി നിലയം മറ്റു പല ഇത് 8ാമത്തെ മറ്റു പടമാണ് എൻ്റെ. അതെ, കുട്ടിക്കുപ്പായം എല്ലാ സിനിമയും എല്ലാം കഴിഞ്ഞിട്ടാണ്. എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. 8ാമത്തെ പടമാണ്. കുട്ടിക്കുപ്പായം 4ാമത്തെ മറ്റാണ്. അതെ. അപ്പോൾ ഇതിൽ ഇൻ്റർവെൽ വരെ ആരുമില്ല ഈ എന്തെങ്കിലും ചെയ്യാൻ. കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്. ഭാഷ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ബാക്കി ആരുമില്ല. മുഴുവനും ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്, ഒരു ക്യാരക്ടർ തന്നെയാണ്. ഒരുപക്ഷെ ഒരു നടൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴാണ് യെസ് ഐ ക്യാൻ ആക്ട്. അപ്പോൾ ഇതൊരു പ്രൊഫഷനായിട്ട് ഞാൻ കൺഫേം ചെയ്യുന്നത് ഈ സിനിമ. അതുവരെ അങ്ങനെയല്ല, അത് അഭിനയിക്കുന്നു എന്നുള്ളതല്ലാതെ പലതും മനസ്സിലുണ്ട്. പക്ഷേ ഇതിൽ ഉറച്ചു നിൽക്കാം. ശരി, ഐ ക്യാൻ ഇതിനകത്തൊരു ആക്ടറായിട്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാം എന്നെനിക്കൊരു കോൺഫിഡൻസ് വന്നത് ഭാർഗവി നിലയത്തിലാണ്. ഇത്രയും സമയം ഒരു കഥാപാത്രം മാത്രം, അതും ആ കഥാപാത്രത്തിൻ്റെ സംഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങളും മുഖത്തെ ഭാവങ്ങളും തലങ്ങളൊക്കെയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഇതിലൊരു സിനിമ കാണുന്ന ഒരാൾക്ക് ഒരല്പ വിരസത കടന്നു വന്നു കഴിഞ്ഞാൽ കഥാപാത്രം പോയി. ഒരു അഗ്നിപരീക്ഷയായിരുന്നു. അഗ്നിപരീക്ഷയാണ് ടഫായിരുന്നു എന്ന് വരികിലും ഈ എൻജോയ് ചെയ്യുന്നുള്ള ആസ് എൻ ആർട്ടിസ്റ്റ് ചെയ്യാനൊരു സുഖമുണ്ടായിരുന്നു. ഒരു ഉത്സവം ഉണ്ടായിരുന്നു. ഒരു കർമ്മം ചെയ്യുന്നതിൻ്റെ, ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. ദ പ്ലഷർ ഓഫ് ഡൂയിങ് ദ റിയൽ വർക്ക്, അതുണ്ടായിരുന്നു. അത് ഈ സിനിമയാണ്. സിനിമയിലാണ് ആദ്യമായിട്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സാർ, ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരു യഥാർത്ഥത്തിൽ ഒരു വലിയൊരു
ഒരുപക്ഷെ സാധാരണ മലയാള സിനിമയിൽ നിന്ന് വ്യത്യസ്തമാണ്. വളരെ വ്യത്യസ്തമായിരുന്നു. ഈ ഭാർഗവ നിലയം ഇന്നും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്, അല്ല പുതിയ തലമുറയ്ക്ക് കാണാൻ കഴിഞ്ഞത് ആ ഒരു തീമിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു മലയാള സിനിമയിൽ ഒരു സിനിമ ഉണ്ടാകേണ്ട കാര്യമില്ല. ഇല്ല. ഇതിൻ്റെ കഥയും സംവിധാനവും എല്ലാം ഒരു വ്യത്യസ്തതയുള്ളതായിരുന്നു. സാറിന് അത് ഈ രീതിയിലേക്ക് ആ സിനിമ മാറുമെന്നും ചർച്ച ചെയ്യപ്പെടുമെന്നും സാർ ചിന്തിച്ചില്ല. പക്ഷെ അത് ആദ്യം പറഞ്ഞപ്പോൾ ചിന്തിച്ചില്ല. കാരണം നീലവെളിച്ചം എന്ന് പറയുന്ന കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊരു ഇങ്ങനെ ഒരു ഇല്യൂഷൻ എന്നുള്ളതല്ലാതെ വലിയൊരു സിനിമയ്ക്കുള്ളൊരു സാധനമാണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ അവിടെ ചന്ദ്രധാര ഓഫീസിൽ ബഷീർ വന്നിട്ട് അവിടെ താമസമായിരുന്നു. ഏതാണ്ട് ഒരു മാസത്തോളം താമസിച്ചിട്ട് ദിവസവും വായിച്ച് ദിവസവും കറക്റ്റ് ചെയ്ത്. അപ്പോൾ കറക്റ്റ് ചെയ്യുമ്പോൾ പരമേശ്വരൻ നായരുണ്ടാവും, വിൻസെൻ്റ് മാസ്റ്റർ ഉണ്ടാവും, RS പ്രഭു ഉണ്ടാവും, ഇവരൊക്കെ ഉണ്ടായിരിക്കും, ഭാസി ഉണ്ടാവും. ഇടയിൽ കൂടെ ഞാനവിടെ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഫ്രീ ആണെങ്കിൽ അവിടെ ഞാനും കൂടെ പോയിരിക്കും. അപ്പോൾ അവിടെ ഇരുന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചതിനെക്കുറിച്ച് വീണ്ടും 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 വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഞാൻ മനഃപൂർവ്വം ഒരു പഠിച്ചതെല്ലാന്ന് വരികയിലും ഇറ്റ് സോ ഹാപ്പൻ ഈ ക്യാരക്ടർ ഭംഗിയായിട്ട് എൻ്റെ മനസ്സിൽ കയറി. എങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. വിൻസെൻ്റ് മാഷിന് ആയതിൻ്റെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ മധുസാറിൽ? അതെയോ? അല്ല, വിൻസെൻ്റ് മാസ്റ്റർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. വിൻസെൻ്റ് മാസ്റ്റർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, വിൻസെൻ്റ് മാസ്റ്റർ ആണെന്ന് തോന്നുന്നു സജസ്റ്റ് ചെയ്ത് തന്നെ. അതെ. എന്തായാലും മധുസാറിൻ്റെ അഭിനയ വഴിത്താരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ അതിനേക്കാൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ താങ്കൾക്കുണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് വരാം. പക്ഷേ എങ്കിൽ പോലും ഒരു നടനെ സൃഷ്ടിച്ച ഒരു പടമാണ്. മാത്രമല്ല നടന് കൊടുത്തൊരു ബഹുമതിയും കൂടിയാണ് ആ സിനിമ ഭാർഗവ നിലയം. അതിനുശേഷം താങ്കൾ കോൺഫിഡൻ്റായി, ഞാനിവിടെ നിലകൊള്ളാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. താങ്കൾ ചെറിയൊരു അഹങ്കാരം ഉണ്ടായോ സാറേ? ഇല്ല, അഹങ്കാരം ഉണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു, വിശ്വാസവും കോൺഫിഡൻസ് ആയി. ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, ഒരുപക്ഷെ താങ്കൾ അഭിനയ ലോകത്തേക്ക് പോകുന്നതിന് എതിർത്ത താങ്കളുടെ കർക്കശക്കാരനായ പിതാവ് എന്തു പറഞ്ഞു? ഹി വാസ് വെരി ഹാപ്പി. ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട്, ഞാനന്ന് മദ്രാസിലാണ്. എതിരെ ആദ്യം ഞാൻ പോകുമ്പോൾ തൊട്ട് അച്ഛന് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. പോകുന്നോട്ടും മുടയാണ്. അതെ, തിരുവനന്തപുരക്കാരുടെ ഭാഷ പറഞ്ഞു. അതെ. അല്ല, മുടയല്ല, ഭയമായിരുന്നു. കാരണം ഞാൻ ഒരുത്തനാണ്. ഇവനൊരുമാതിരി ഗതികെട്ടവനായി പോകുമെന്നുള്ള ഭയമാണ്, അല്ല വേറെ ഒന്നുമില്ല. ഈ അഭിനയത്തിൻ്റെ അടുത്തുള്ള ഇതല്ല, മനസ്സിലായില്ലേ? കുറേ കഴിയാൻ നേരത്ത് ഈ ചിലവിനുള്ള കാശ് പോലും ഉണ്ടാക്കാൻ നിവൃത്തിയില്ലാതെ ജീവിതം പാഴായി പോകുന്നുള്ള ഭയമായിരുന്നു. അപ്പോൾ ഈ ഭാർഗവി നിലയം കണ്ടു കഴിഞ്ഞ ശേഷം അന്ന് മദ്രാസിലാണ്. അവസാനം അച്ഛൻ എനിക്കൊരു എഴുത്തെഴുതി. ഇവിടെ വന്നപ്പോഴൊന്നും പറഞ്ഞില്ല. യു മേഡ് യുവർ ഓൺ ത്രോൺ ആൻഡ് സാറ്റ് ഓൺ ഇറ്റ്. ഐ എം വെരി ഹാപ്പി. ദാറ്റ്സ് ഇറ്റ്. ഒരച്ഛൻ ഒരു മകന്, അതും പ്രത്യേകിച്ച് ആദ്യകാലത്ത് താങ്കളുടെ അഭിനയ സിദ്ധിയെ നിരുത്സാഹപ്പെടുത്തിയ ഒരച്ഛൻ ഇങ്ങനെ ഒരു കുറിപ്പ് താങ്കൾക്ക് എഴുതിയെന്ന് പറഞ്ഞാൽ, മധുസാറിന് പിന്നീട് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഞാൻ കാണുന്ന വലിയ അവാർഡാണ്. അപ്പം അതിൻ്റെ ഒരു ഇതിലാണ് അവസാനം ഈ ഉമാ സ്റ്റുഡിയോ കിട്ടുന്ന കാലത്തെല്ലാം അദ്ദേഹമാണ് കിട്ടി. ഞാൻ ബിസിയായിട്ട് ഓടി കിടക്കുക. ബാക്കി രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചിട്ട് കാലത്തെണിച്ച്, അന്നവിടെ പാലമില്ല, അന്ന് നല്ല റോഡുമില്ല. ഈ ആറ്റിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് കടത്ത് കിടന്ന് ഒരു 3 കിലോമീറ്റർ നടന്ന് അവിടെ ചെന്ന് സൂപ്പർവൈസ് ചെയ്ത് കെട്ടിയതാണ്. എന്നാണ് മധുസാറും അച്ഛനും തമ്മിൽ ഒരുപക്ഷെ അച്ഛൻ മകൻ എന്നുള്ള ചെറിയൊരു വിടവുണ്ടല്ലോ എപ്പോഴും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. വിടവെന്ന് പറഞ്ഞാൽ അത് ആ തലമുറ എല്ലാവർക്കും ഉണ്ട്, ആ കാലഘട്ടത്തിൽ. അല്ലാതുള്ള വിടവൊന്നും ഉണ്ടായിരുന്നില്ല. പുറമേക്ക് സ്നേഹം ഒരിക്കലും കാണിക്കില്ല. ഉള്ളിൽ നിറച്ച് സ്നേഹമാണ്, പുറമേ കാണിക്കില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മകൻ്റെ ദോഷം മാത്രമേ പറയുള്ളൂ. അതല്ലേ ആ തലമുറ സാറേ? അത് ബനാറസിൽ ഞാൻ പഠിക്കുമ്പോൾ, MA പഠിക്കുമ്പോൾ അവിടെ മലയാളി അസോസിയേഷൻ്റെ ഈ നാടകത്തിൽ ബെസ്റ്റ് ആക്ടർ പ്രൈസ് എനിക്ക് കിട്ടി. അന്ന് ബനാറസ് വെച്ച് ഹിന്ദി പഠിക്കാൻ പോയപ്പോൾ അവിടെ മലയാളി അസോസിയേഷൻ വളരെ സ്ട്രോങ് ആണ് യൂണിവേഴ്സിറ്റിയിനകത്ത്. അപ്പോൾ ഞാൻ വലിയ സന്തോഷമായിട്ട് അച്ഛനടുത്ത് പറഞ്ഞു, ഇങ്ങനെയാണ് എനിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവിടെ പിന്നെ വല്ല മണ്ടന്മാരല്ലേ ഉള്ളൂ. എന്തോ ഒരു പ്രത്യേക ഇത് പറഞ്ഞല്ലോ, വാക്യം മറന്നു. അതായത് മൂക്കില്ല രാജ്യത്ത് മുറുമുക്കൻ രാജാവ്. അപ്പോൾ എൻ്റെ കഴിവുകൊണ്ടൊന്നുമില്ല, അവിടെ വേറെ കഴിവുള്ളവരില്ലാഞ്ഞിട്ടാണ് കിട്ടിയെന്നുള്ള മട്ടിൽ ആ രീതിയിലാണ് കണ്ടിരുന്നത്. ഇതൊരു അപ്രൂവ് ചെയ്യാൻ ഇഷ്ടമായിരുന്നില്ല എന്നൊന്നും. പക്ഷേ മത്സാറെ ഒന്ന്
ചിരണ്ടി നോക്കിയിരുന്നെങ്കിൽ ആ മനസ്സിലെ സ്നേഹം കാണാൻ കഴിയുമായിരുന്നു. എന്താ കാരണം വെച്ചാൽ സാറ് നേരത്തെ പറഞ്ഞ പോലെ ആ തലമുറയിലെ എല്ലാ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു. അങ്ങനെ പെരുമാറാൻ പാടുള്ളൂ. മറ്റുള്ളവർ മുന്നിൽ വെച്ച് കുറ്റം. മധു സാറ് പിന്നീട് അങ്ങനെയായിരുന്നു? ഇല്ല, എനിക്ക് ഒരു മോനില്ലാതെ പോയല്ലോ. എന്നാലും മകളോടുള്ള സമീപനം ഇല്ല, അതൊന്നും അങ്ങനെ ഒരു ഉടക്കിൻ്റെ ആവശ്യമേ വന്നിട്ടില്ല. ഒരു ഗ്യാപ്പും ഉണ്ടായിട്ടില്ല. ഉമ്മ അവൾ പൂർണ്ണമായിട്ടും വളർത്തിയത് അമ്മയും അമ്മൂമ്മയും കൂടെയാണ്. ഞാനീ ചെന്നൈയും ഷൂട്ടിങ്ങും ഔട്ട്ഡോറും അവിടെ ഓടി നടക്കുന്നതല്ലാതെ ഈ വളർത്തിയെന്ന് പറയാനൊക്കില്ല. ഐ വാസ് ഓൾവേസ് ദെയർ. പക്ഷെ അത് അമ്മയും അമ്മൂമ്മയാണ്. സാർ ഒരു ഫ്രണ്ടായിരുന്നു മകൾക്ക്. ഒരു പക്ഷേ താങ്കളുടെ അച്ഛനിൽ നിന്ന് താങ്കൾ പഠിച്ചൊരു കാര്യം, ഇങ്ങനെയല്ല മക്കളോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ആ തലമുറയിലെ പിതാക്കന്മാർ ഇത്രയും കാർക്കശ്യം കാണിക്കേണ്ടതില്ല എന്ന് താങ്കളൊരു അച്ഛനായപ്പോൾ താങ്കൾ തിരിച്ചറിഞ്ഞു. അതിങ്ങനെ വളരെ ഒരു ആലോചിച്ച് ചെയ്തതല്ല, ഈ ഉള്ളിൽ കിടന്നുകൂടിയതായിരിക്കാം. എൻ്റെ അനുഭവത്തും കൊണ്ട് ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ വന്നതായിരിക്കാം. ഒരുപക്ഷെ ഒരു മകനുണ്ടായിരുന്നെങ്കിൽ താങ്കൾ വീണ്ടും പരമേശ്വരൻ പിള്ള ആയനും വേണേൽ. ഐ ഡോണ്ട് തിങ്ക് സോ. ഇല്ല, ആവില്ലായിരുന്നു. അപ്പോഴേക്കും കാലഘട്ടം മാറി. അതെ. അങ്ങനെയാണെങ്കിൽ ശകലമെങ്കിലും ഇപ്പോൾ കൊച്ചുമോൻ്റെ അടുത്ത് കാണിക്കണമല്ലോ. ഇപ്പോൾ അവൻ ചെയ്യണതെല്ലാം ഞാൻ വെദർ ഗുഡ് ഓർ ബാഡ്, എനിക്ക് ഇതുവരെ ബാഡെന്ന് തോന്നിയിട്ടില്ല. അവൻ എന്ത് ചെയ്താലും സാറിന് ഇഷ്ടമാണ്. അതെ, അല്ലാത്തവൻ ചെയ്യാറുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഒരു വഴക്ക് പറയേണ്ടി വന്നിട്ടില്ല അവനെയും. എന്തായാലും വരട്ടെ ഒരാളിവിടെ, നോക്കട്ടെ ആരാണ്. എനിക്ക് അച്ഛൻ്റെ അടുത്ത് ഇവിടെ ചോദിക്കാനുള്ള ചോദ്യം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ ജനിക്കുമ്പം തൊട്ടേ ബിസി ആയിട്ടുള്ളൊരു ആക്ടറാണ് അച്ഛൻ. എന്നാൽ എൻ്റെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ കൂടെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാതെയോ അച്ഛൻ്റെ അഭിപ്രായം ചോദിച്ചോ ഓരോ കാര്യം ചെയ്യാനോ കഴിയാതിരുന്നിട്ടില്ല. എപ്പോൾ എനിക്ക് അച്ഛനെ വേണം തോന്നിയാലും അച്ഛൻ്റെ പ്രസൻസും സഹായവും അനുഗ്രഹവും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ എങ്ങനെ ഇത്രയും തിരക്കിനിടയിൽ ഇത് ചെയ്യാൻ സാധിച്ചു? ഇതാണ് എനിക്ക് അച്ഛൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്. അങ്ങനെ കുറേ തിരക്ക്, അത് ജോലി എന്ന് പറയുന്ന ഒന്ന്, പക്ഷെ ലൈഫ് എന്ന് പറഞ്ഞ കുടുംബമല്ലേ. അപ്പോൾ എനിക്ക് അധികം അങ്ങനെ കുടുംബത്തിനോട് വലിയ സാക്രിഫൈസ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ബട്ട് ഒരു ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ ഐ ഹാഡ് ടു ലുക്ക് ആഫ്റ്റർ ദം, ദാറ്റ് ഇസ് ഓൾ. അത് പിന്നെ മനസ്സിൻ്റെ അകത്തൊരു ഇതുകൊണ്ട് സ്നേഹം ഉണ്ടെങ്കിൽ, ഭാര്യ മോള് അത് നല്ല അച്ഛൻ അമ്മ ഇതൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് കംസ് ബൈ ഇറ്റ് സെൽഫ്. പിന്നെ മദ്രാസിൽ ഞാൻ ഷൂട്ടിങ്ങിന് പോയപ്പോഴും അവിടെ ആദ്യം വാടകയ്ക്ക് പിന്നെ സ്വന്തമായിട്ട് വീട് ഉണ്ടാക്കിയപ്പോഴും ഷൂട്ടിങ് കഴിയുന്നതിൻ്റെ അടുത്ത ദിവസം അടുത്ത ഫ്ലൈറ്റിൽ എന്നോട് വരും, തിരിച്ചെത്തും. പിന്നെ തിരിച്ച് പിന്നെ ഷൂട്ടിങ്ങിനെ പോവുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ മിക്കവാറും നല്ല കാലത്തിന് പതുക്കെ കേരളത്തിലോട്ടായി സിനിമ ഇങ്ങോട്ട് മാറി. പിന്നെ മെരിലാൻഡിൽ ഞാൻ പതിവായിട്ട് അത് അവിടുത്തെ പഠനങ്ങൾ വീട്ടിലെപ്പോഴും ഉണ്ടായി. ഉമ്മ, എനിക്ക് തോന്നുന്നു ഉമ്മയെ പല ആൾക്കാർക്കും അറിയില്ല. ഉമ്മയെ അങ്ങനെ പ്രത്യക്ഷപ്പെടാറില്ല. ഇല്ല. ഉമ്മ ഇന്നാണ് മധുസാറിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു പ്രത്യക്ഷപ്പെടൽ ഒരു ഒന്നര പ്രത്യക്ഷപ്പെടല. എന്താ കാരണം, ഒരു അച്ഛന് കൊടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രണാമമാണ്. അച്ഛനിൽ നിന്ന് പരിപൂർണ സംതൃപ്തി മകൾക്ക് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ടല്ലേ ഈ റിസർച്ചിന് സെലക്ട് ചെയ്ത സബ്ജക്റ്റിൻ്റെ സിനിമയാണത്. കാരണം അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ വർക്കുമായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ടാണ്. അറിയാമെന്നറിയില്ല, അവളുടെ PhD ആസ്പെക്ട്സ് ഓഫ് commercial aspects of film industry in Kerala. Commercial aspects. കാരണം അവൾ എക്കണോമിക്സ് എം എ കാര്യമാണ്. ആ തീസിസിന് വേണ്ടി സാറുകൾ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഞാൻ ചെയ്ത സഹായം എന്താ പറഞ്ഞാൽ, ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിക്കാർ ഈ സബ്ജക്റ്റ് മറ്റ് പലർക്കും കൊടുത്തതാണ്. അവർ കുറേ കഴിയാൻ നേരത്ത് ഇവർ ഡേറ്റ ഒന്നും കിട്ടണില്ല. കാരണം അത് കിട്ടൂല. കാരണം ഇത് പ്രൊഡ്യൂസേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും തിയേറ്റർ ഓണേഴ്സിനെയും ഒക്കെ പോയിട്ട് കണ്ട് അവരിൽ നിന്ന് വാങ്ങിക്കുള്ളതാണ്. അവരിതൊന്നും പുറത്ത് കാണിക്കില്ല. അതെ. ഇത് ഇൻകം ടാക്സിനെ കൊണ്ട് പിടിപ്പിക്കാനാണ് പേടിയുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ ഇവരൊക്കെ അവളെ ആകെ സഹായം ചെയ്തിട്ടുള്ളത്, ഞാൻ ഇവരെയൊക്കെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെയാണ് ഈ സംഭവം, ഇങ്ങനെയാണ്. വലിയൊരു സഹായമായിരുന്നു, വലിയ സഹായമായിരുന്നു. പിന്നെ അവളെ കൊണ്ട് നടന്ന് ഇതിൻ്റെ എല്ലാം ഡേറ്റ എല്ലാം കളക്ട് ചെയ്ത് ആഫ്റ്റർ മാരേജ് ആയിരുന്നു. കൃഷ്ണകുമാറായിരുന്നു. ഇവിടെ ട്രിവാൻഡ്രത്ത്, കോട്ടയത്ത്, എറണാകുളത്ത്, കാലിക്കറ്റിൽ, മദ്രാസിൽ അവിടെ ഒക്കെ പോയിട്ട് ഈ ഡേറ്റയൊക്കെ കളക്ട് ചെയ്തു. അപ്പോൾ അച്ഛൻ്റെ ഒരു സഹായം പിന്നീട് മകനിലൂടെയും അല്ലെങ്കിൽ ഭർത്താവിലൂടെയും കിട്ടി. അതെ. പക്ഷേ അത് ഞാനല്ലായിരുന്നു എന്നൊരിക്കൽ ഡേറ്റ കിട്ടില്ല. ഒരുത്തരും അവരുടെ ഫയലൊന്നും കാണിക്കില്ല.
തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ ഈ പറഞ്ഞ ഏറ്റവും ഗോപ്യമായി വെക്കുന്ന കണക്കുകളാണ് സിനിമയിലെ കണക്കുകൾ. മറ്റേ ഈ അവിടെ ഏറ്റ ആളുകളെല്ലാം വിടാനും കാരണം ഇതാണ്, ഡേറ്റ കിട്ടുന്നില്ല, പല സ്ഥലത്തും പോയിട്ടും കിട്ടുന്നില്ല. പ്രൈമറി ഡേറ്റ കിട്ടിയില്ല, പിന്നെ റിസർച്ചിന് യാതൊരു പ്രസക്തിയില്ല. എന്നാലും ഉമ്മയ്ക്ക് ശേഷം വരേണ്ടത് ഇദ്ദേഹം തന്നെയാണ്, വരട്ടെ. ഈ സിനിമയും നാടകവും പോലെ അച്ഛന് ഭയങ്കര പാഷനുള്ള രണ്ട് കാര്യങ്ങളാണ് കൺസ്ട്രക്ഷനും ഈ കൃഷി കാര്യങ്ങളും. അതിലെനിക്ക് ഏറ്റവും അതിശയം തോന്നിയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. അതിൽ എല്ലാ കാര്യങ്ങളും ഒരു ആർക്കിടെക്റ്റിൻ്റെ ആവശ്യമില്ലാതെ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അച്ഛൻ ഡിസൈൻ ചെയ്യുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷനിൽ ഇത്രയൊരു പാഷൻ വന്നത്? കൃഷ്ണകുമാർ മധുസാറിനെ നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പണി. ഇത് കൺസ്ട്രക്ഷനിൽ ഒന്നാമത് ആവശ്യങ്ങൾ പലതും വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു കുറഞ്ഞ ഒരു 10-15 ബിൽഡിങ് പല സ്ഥലത്തായിട്ട് മദ്രാസിലും ടൂരിഷോട്ടത്തും പുളിയറക്കോണത്തും മറ്റേ ഈ അവസാനം പോയതെവിടെയാണ് ഇവിടെ വെള്ളക്കടയിലും ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ കൺസ്ട്രക്ഷൻ്റെ ഒക്കെ പുറകിലുണ്ടായിരുന്നത് ഈ ആവശ്യമനുസരിച്ചുള്ള ബിൽഡിംഗ് ആയിരുന്നു. ഈ ആർക്കിടെക്റ്റിനെ പോലെ അതിൻ്റെ സൗന്ദര്യം നോക്കുകയോ അതൊന്നുമല്ല. ഇന്ന കാര്യങ്ങളൊക്കെ വേണം. അത് ഇനി ഒരാളിൻ്റെ കൊടുത്താൽ നടക്കില്ല. ഇനി ഒരാളുടെ കൊടുത്ത് അല്ലെങ്കിൽ അതിനുള്ള എക്സ്പെർട്ടായിരിക്കണം. അങ്ങനെയുള്ള എക്സ്പേർട്സ് വളരെ കുറവാണ് നമുക്ക്. ഇപ്പോൾ ഒരു തിയേറ്റർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഷൂട്ടിങ്ങിന് പറ്റിയ രീതിയിലുള്ളൊരു ബിൽഡിംഗ് ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറിയാവുന്ന ആളുകൾ ചെയ്താലേ പറ്റുള്ളൂ. ഇപ്പോൾ അതിന് കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ലുക്ക് അറ്റ് ഓൾ ദീസ് തിയേറ്റേഴ്സ് ഇൻ ട്രിവാൻഡ്രം. ഈ പല തിയേറ്ററുണ്ടല്ലോ, ഏറ്റവും കൊള്ളാമെന്നുള്ള VIT-കളാണ്. അതിനെപ്പോലും കൊള്ളില്ലാതാക്കി. അവിടെ ഇപ്പോൾ നിറച്ച് എക്കോയാണ്. ബാക്കിയുള്ള എല്ലാ തിയേറ്ററിലും എക്കോയാണ്. ഇവിടെ ഈ അതിൽ കടന്നിട്ട് ആവശ്യം എന്നാലും പറയുകയാണ്, ഇത് ഈ ഓട കിട്ടുന്നയാളോ അല്ലെങ്കിൽ കക്കൂസ് കിട്ടുന്നയാളോ അല്ലെങ്കിൽ ബിൽഡിംഗ് കിട്ടുന്നയാളോ പാലം കിട്ടുന്നയാളോ ആവശ്യക്കാരൻ്റെ മനസ്സിലൂടെ അല്ല കാണുന്നത്. അറിവില്ല ആ കാര്യം എന്നുള്ള ഡിഗ്രിയാണ്. എങ്ങനെയോ സർക്കാരിൽ കൂടി എത്താനുള്ളൊരു അവസരം കിട്ടും. ഇറ്റ്സ് ഓൾ സ്പോയിൽഡ്. അപ്പോൾ ഇത് അങ്ങോട്ട് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നതിനേക്കാളും ആവശ്യം നമുക്കാണല്ലോ. ഈ ആവശ്യമെന്ന് പറയുന്നത് നമുക്കൊണ്ട് പലതും ചെയ്യിക്കും. അങ്ങനെ നെസസിറ്റി എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് ഈ കൺസ്ട്രക്ഷനിൽ. അങ്ങനെയാണ് കൃഷ്ണകുമാർ താങ്കളുടെ ആ സ്വഭാവം പ്രത്യേകിച്ച് കണ്ടെത്തിയത്. അതെ.